ഇവനെ ഒരു വിചിത്ര എട്ടുകാലി കടിച്ചെങ്കിലും ഇവനത് കാര്യമാക്കാതെ വീട്ടിൽ പോയി. പക്ഷെ വീട്ടിലെത്തിയപ്പോഴേക്കും കടുത്ത അസുഖം തോന്നി. ഭക്ഷണം പോലും കഴിക്കാതെ മുറിയിലേക്ക് പോയി. അങ്കിൾ ബെൻ ഇത് കൗമാരക്കാരുടെ വെറും വാശിയാണെന്ന് കരുതി. അടുത്ത ദിവസം രാവിലെ ഉണർന്ന പീറ്റർ കണ്ണടയെടുക്കാൻ നോക്കിയപ്പോഴാണ് തന്റെ മങ്ങിയ കാഴ്ച മാറി എല്ലാം വ്യക്തമായി കാണാമെന്ന് തിരിച്ചറിഞ്ഞത്. കണ്ണാടിയിൽ നോക്കിയ അവൻ തന്റെ മെലിഞ്ഞ ശരീരം മസിലുകളോടെ ഫിറ്റായത് കണ്ട് ഞെട്ടി. അപ്പോഴാണ് ജനലിലൂടെ പണ്ടേ ക്രഷുള്ള മേരി ജെയിനെ അവൻ കണ്ടത്. അവളെ കാണാനുള്ള ധൃതിയിൽ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ അവൻ താഴേക്ക് ഓട്ടി. പുറത്ത് മേരിയുടെ അച്ഛൻ അവളോട് ദേഷ്യപ്പെടുന്നത് കണ്ട് പീറ്റർ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്നൊരു സ്പോർട്സ് കാർ വന്ന് അവളെ കൊണ്ടുപോയി. അത് കാരണം സ്കൂൾ ബസ് മിസ്സായ പീറ്റർ അതിന്റെ പുറകെ ഓടി. ബസ് നിർത്താൻ കൈകൊണ്ടടിച്ചപ്പോൾ അവന്റെ കൈ പുറകിലെ സ്റ്റിക്കറിൽ ഒട്ടിപ്പിടിച്ചു. അത് വെറും വിയർപ്പാണെന്ന് കരുതി അവൻ അത് അവഗണിച്ചു. ഒടുവിൽ വിശന്നു പൊരിഞ്ഞ് സ്കൂൾ കഫറ്റീരിയയിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് മേരി ജെയിൻ വഴുതി വീഴാനാഞ്ഞു. പീറ്റർ പെട്ടെന്ന് അവളെ താങ്ങിപ്പിടിക്കുകയും വായുവിൽ പറന്ന അവളുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. ആദ്യമായി അവളുടെ അത്രയും അരികിലെത്തിയ സന്തോഷത്തിൽ അവൻ പുഞ്ചിരിച്ചെങ്കിലും അവൾ സ്കൂൾ ഗുണ്ടയുടെ കാമുകിയാണെന്നോർത്ത് ആ പുഞ്ചിരി മാഞ്ഞു. വിഷമത്തോടെ സീറ്റിൽ വന്നിരുന്ന അവന്റെ കയ്യിൽ പെട്ടെന്ന് സ്പൂൺ ഒട്ടിപ്പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും അത് വിട്ടുപോന്നില്ല. അപ്പോഴാണ് വിരലുകളിൽ നിന്ന് നേർത്ത നൂൽ പോലെയുള്ള വലകൾ വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് കയ്യിൽ നിന്നൊരു വല പുറത്തേക്ക് തെറിച്ച് അപ്പുറത്തെ ലഞ്ച് ട്രേയിൽ ഒട്ടിപ്പിടിച്ചു. പീറ്റർ അത് പതിയെ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും ആ ട്രേ വായുവിൽ പറന്ന് നേരെ ആ ഗുണ്ടയുടെ മേൽ ചെന്ന് വീണു. പേടിച്ചുപോയ പീറ്റർ കൈകളിൽ വലയുമായി അവിടെ നിന്ന് ഓട്ടി രക്ഷപ്പെട്ടു.